ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി നോക്കാം. മുരിങ്ങയിലയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകും. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ റെഗുലറായിട്ട് നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒട്ടും വെള്ളമില്ലാതെ മുരിങ്ങയുടെ ഇല ഇതേപോലെ അടർത്തിയെടുത്ത് 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ വേണ്ടത് മുളകാണ്. ഉണക്കമുളക് ഞാനിവിടെ ഒരു 12 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുമെങ്കിൽ നോർമലി ഇത്രയും ഒരു അളവിന് 12 ഉണക്കമുളക് മതിയാവും. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം എരിവില്ലാത്ത കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഉഴുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മല്ലിപ്പൊടിക്ക് പകരം മുഴുവൻ മല്ലി തന്നെ ഉപയോഗിക്കാം. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക്, 2 തണ്ട് കറിവേപ്പില. പിന്നെ ആവശ്യമുള്ളത് കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടി അധികം ആവശ്യമില്ല, ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഉപ്പും കൂടെ ആവശ്യമാണ്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടവിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ മുരിങ്ങയിലയൊക്കെ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഒരുപാട് മുരിഞ്ഞ് ഇതിൻ്റെ നിറം മാറിപ്പോകരുത്, ഈ ഒരു കളറ് കിട്ടണം. ഇത് റെഡിയായോന്നറിയാനായിട്ട് ഇതേപോലെ ഒരില കയ്യിലെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിതിനെ ഈ പാനിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചൂടാക്കിയെടുക്കണം. മുരിങ്ങയിലെല്ലാം കോരി മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ നമുക്ക് എടുത്തു വച്ചിരുന്ന ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസായ ഉഴുന്നുപരിപ്പ്, മല്ലി, കുരുമുളക് ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം ഹീറ്റിൽ വെച്ച് ഇടവിട്ട് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത ശേഷം ലോ ഹീറ്റിലിട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതിയാകും. കറിവേപ്പില ഒട്ടും വെള്ളമില്ലാതെ വേണം ചേർക്കാനായിട്ട്. നമ്മളൊരു 5-6 മിനിറ്റ് ഇതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തു. ഇതിപ്പോൾ ഉഴുന്നിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. മുളകും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ നന്നായിട്ട് മൂത്ത ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പൊടിയൊക്കെ കരിഞ്ഞ് ഇതിൻ്റെ കളറ് മാറിപ്പോകും. ഈ സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. കായത്തിൻ്റെ പൊടി അധികമായി പോകരുത്, ഇത്രയും മതിയാകും. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു 2 മിനിറ്റ് ഈ പാനിൻ്റെ ചൂടിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് 2 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറി വരുന്നവരെ വെയിറ്റും കൂടെ ചെയ്യണം. ആ ഒരു ചെറിയ ചൂടോടുകൂടി ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഫൈൻ പൗഡറല്ല, ഇതിനെ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫൈൻ പൗഡറല്ല, ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടുള്ള പൊടിയാണ്. അപ്പോൾ ഇതുപോലാണ് പൊടിച്ചെടുക്കേണ്ടത്. നമ്മൾ സാധാരണ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഉള്ള ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ ഒരു തരിതരിപ്പിൽ പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതിനെ ഒട്ടും നനവില്ലാത്ത ടൈറ്റ് കണ്ടെയ്നറിലാക്കി അടച്ച് സൂക്ഷിക്കാം. ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ട് ഞാനിപ്പോൾ ഇതിനെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ നല്ല ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. ആവശ്യാനുസരണം നമുക്കിതിനെ വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നമ്മുടെ അടിപൊളി മുരിങ്ങയില ചമ്മന്തിപ്പൊടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് നല്ല ചൂട് ഇഡലിയുടെ കൂടെ സെർവ് ചെയ്യാനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നല്ല അടിപൊളി സാമ്പാറും തേങ്ങാ ചമ്മന്തിയും ചായയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.